നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ വടകര പോരിൽ ഏകപക്ഷീയമായി വിജയത്തിലേക്ക് കുതിക്കുകയാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. എതിരാളിയായി CPMലെ KK ശൈലജയ്ക്ക് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും മുന്നേറാൻ കഴിഞ്ഞില്ല. നിലവിൽ ഷാഫിയുടെ ലീഡ് 70,000 കടന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് ആലത്തൂർ ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും UDFന് അനുകൂലമായ തരംഗമാണ് കാണുന്നതെന്നായിരുന്നു വടകരയിലെ ഇടതു സ്ഥാനാർത്ഥിയായ KK ശൈലജയുടെ പ്രതികരണം. ആ കൂട്ടത്തിൽ വടകരയിൽ ഷാഫി പറമ്പിൽ മുന്നിട്ട് നിൽക്കുകയാണ്. അത് തുടരാനാണ് സാധ്യതയെന്ന് തോന്നുന്നതെന്നും ശൈലജ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇനിയും കുറെ റൗണ്ട് വോട്ട് എണ്ണാനുണ്ട്. പക്ഷേ പൊതുവെ ട്രെൻഡ് എന്ന നിലയിൽ 2019 ഉണ്ടായതുപോലെ UDFന് അനുകൂലമായ പാർലമെന്റ് ഇലക്ഷനിലെ ട്രെൻഡാണ് കാണുന്നതെന്നും ശൈലജ കൂട്ടിച്ചേർത്തു. വോട്ടെണ്ണലിന്റെ തുടക്കത്തെ ശൈലജ ടീച്ചർ മുന്നിലെത്തിയെങ്കിലും പിന്നീട് ഷാഫി പറമ്പിൽ ലീഡ് തിരിച്ചു പിടിക്കുകയായിരുന്നു. വടകര പിടിച്ചെടുക്കുക ലക്ഷ്യമിട്ടാണ് CPM KK ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ തോൽവി ഉറപ്പിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർക്ക് സ്നേഹക്കുറിപ്പുമായി KK രമ രംഗത്തെത്തി. ചിരിമായതെ മടങ്ങൂ ടീച്ചർ എന്നാണ് UDF MLA സ്നേഹത്തോടെ കുറിച്ചത്. മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വയ്ക്കാനുമൊക്കെ ചിരിമായാത്ത മുഖം ബാക്കി വെക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണ് വടകരയെന്നും രമ ചൂണ്ടിക്കാട്ടി. അങ്ങനെയുള്ള വടകരയിൽ നിന്നും മടങ്ങുമ്പോൾ ചിരിമായാതെ വേണം ടീച്ചർ മടങ്ങാനെന്നും ഇരുവരും ഒപ്പമുള്ള മനോഹരമായ ചിത്രം പങ്കുവച്ച് KK രമ കുറിച്ചു. KK രമയുടെ കുറിപ്പ് ഇങ്ങനെ: ചിരിമായാതെ മടങ്ങൂ ടീച്ചർ, മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വയ്ക്കാനുമൊക്കെ ചിരിമായാത്ത മുഖം ബാക്കി വെക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത്. ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെ മടങ്ങാവൂ. മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണിത്. മുറിഞ്ഞു തുടങ്ങിയതെല്ലാം ഉള്ളു പിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിത്. ഈ നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാകില്ല. ചേർത്ത് പിടിച്ച് യാത്രയാക്കുകയാണ്. രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം. വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഇന്നാട് ബാക്കിയുണ്ട്. സ്വന്തം KK രമ എന്നായിരുന്നു കുറിപ്പ്. അതിനിടെ അതീവ പ്രശ്നബാധിത മേഖലയായ വടകരയിൽ വിജയാഹ്ലാദ പരിപാടികൾ ആരംഭിച്ചു. വടകരയിൽ സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വിജയാഹ്ലാദ പ്രകടനങ്ങൾ 7 മണിക്ക് അവസാനിക്കും. വടകരയിലെ ജനങ്ങൾ ഞങ്ങളെ കൈവിടില്ലെന്ന് ഉറപ്പാണ്. കംഫർട്ടബിളായ മെജോറിറ്റിയിൽ ഞങ്ങൾക്ക് വടകര നിലനിർത്താനാകുമെന്നാണ് ജനങ്ങളുടെ സ്നേഹത്തിൽ നിന്നും പിന്തുണയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ 20 സീറ്റിലും UDF ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നായിരുന്നു ഷാഫി പറമ്പിൽ നേരത്തെ പ്രതികരിച്ചിരുന്നത്. ശക്തമായ പോരാട്ടം പ്രവചിക്കപ്പെട്ടിരിക്കുന്ന വടകരയിൽ വോട്ടെണ്ണൽ ആരംഭിച്ചു തുടക്കം മുതൽ തന്നെ ഷാഫി പറമ്പിൽ മേൽക്കൈ നേടിയിരുന്നു. ഏറ്റവും ഒടുവിൽ 72,569 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.